ഗൈസ്, പുറത്താണെങ്കിൽ നല്ല മഴ, വേദിക്കിനാണെങ്കിൽ ബർഗറിന് ഭയങ്കര വാശി. അപ്പോൾ നമുക്ക് തട്ടിക്കൂട്ട് ബർഗർ സെറ്റാക്കാം. ആദ്യം നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യാം. നമ്മൾ തട്ടിക്കൂട്ട് ബർഗറാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ചേർക്കാം. ഉപ്പ് ഒരുപാടൊന്നും ചേർക്കണ്ട, ലേശം ചേർത്താൽ മതി. നമ്മൾ ബർഗർ സ്വീറ്റിൻ്റെയാണ്, അപ്പോൾ മധുരമുള്ളത് കൊണ്ട് അപ്പം നമുക്ക് കുറച്ച് ചേർത്താൽ മതി. കുരുമുളക് പൊടി കുറച്ച് ഇടാം, കാരണം വെച്ചാൽ ഇത്തിരി എരിവൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഒരു പാൻ ചൂടാക്കാം. അതിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം, അപ്പോൾ ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബർഗർ അതിൽ വയ്ക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ മുട്ട ഒഴിക്കാം. മുട്ട നമ്മളധികം പരത്തേണ്ട ആവശ്യമില്ല. നമ്മൾ പരത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു ടേസ്റ്റിലും തന്നെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മുട്ട പരത്താണ്ട് തന്നെ മുട്ട നല്ലോണം അങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഇത് മറിച്ചിടാനായിട്ട് എനിക്ക് പറ്റിയില്ല, അപ്പോൾ സഹായിക്കാനായിട്ട് പുറത്തുനിന്നുള്ള ഒരാളുടെ ആവശ്യം വന്നു. അപ്പോൾ നമുക്കത് മറിച്ച് കിട്ടിയിട്ടുണ്ട്. പൊട്ടിപ്പോകുന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബർഗറിൻ്റെ ഇത് ബന്ന് നമുക്ക് 2 പീസാക്കാം. അതായ മുട്ടയുടെ നമ്മളുണ്ടാക്കിയ പാനിൽ തന്നെ ഒന്ന് വെച്ചൊന്ന് മുരിച്ചിട്ട് എടുക്കാം. ഒരു മണമൊക്കെ വരുന്നുണ്ട്. അതിന് ശേഷം പിന്നെ പുറം രണ്ട് സൈഡും ആയിക്കോട്ടെ വെച്ചാൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട ഓംലെറ്റ് ആക്കിയത് നമ്മളോട് വെച്ച് കൊടുക്കാം. പിന്നെ സവാള വെച്ച് കൊടുക്കുക. സവാള ഞാൻ മറന്നുപോയി, ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ അതും സവാളയും തക്കാളിയൊക്കെ ഒന്നതിൽ വാട്ടിയെടുക്കണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില വിതറാം. അപ്പോൾ ആ ചൂടിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലും വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. 2 സൈഡും ഒന്ന് ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ കാണുന്ന പോലെ തന്നെ ടേസ്റ്റ് ഉണ്ട്. ഈ ദിവസം കഴിച്ചതിന് ശേഷം ഒരു പീസ് നമ്മളും കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ തട്ടിക്കൂട്ടാണെങ്കിലും സംഭവം കിടിലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ ഗൈസ്, ഒരു കാര്യം മറന്നുപോയി, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.